റിലേറ്റഡ് ആയിട്ട് വിളിച്ചിട്ട് പോവാണ്. പിന്നെ ഒരു 2-3 സാധനങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാനുണ്ട്. പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനാണ്. അങ്ങനെ എന്താ പറയുക, വർക്ക് റിലേറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. Look at the view, guys. Wow. സ്കൈ ഒക്കെ മൊത്തം ഫുൾ ഓറഞ്ച്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ദെൻ മോർണിംഗ് ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ബാംഗ്ലൂർ സിറ്റി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാംഗ്ലൂരിൽ കറങ്ങാൻ എന്തായാലും ഒരു 2 വീലർ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ റോയൽ ബ്രദേഴ്സിനെയാണ് കോൺടാക്ട് ചെയ്തത്. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്ക് റെൻ്റൽ ഷോപ്പാണ്. ഇന്ത്യാസ് മോസ്റ്റ് ട്രസ്റ്റഡ് ബൈക്ക് റെൻ്റൽ ഷോപ്പാണ്. അപ്പം അവിടെ പോയി വണ്ടി എടുത്തു. എന്നാലും നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. നമ്മളെന്തായാലും ബൈക്ക് റെൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് വെക്കണം. ദെൻ ഫസ്റ്റ് പോയത് ലാൽബാഗിലാണ്. ബാംഗ്ലൂരിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കാണ്. രണ്ടും എന്ന് വെച്ചാൽ നല്ല ഗ്രീനറി ആയിട്ടുള്ള നല്ല വെൽ സെറ്റായിട്ടുള്ള ഒരു പാർക്കാണ്. അപ്പം അവിടെ നല്ല കുറേ വലിയൊരു ഹ്യൂജ് പ്ലേസാണ്. അവിടെ കുറേ സ്ഥലമുണ്ട്. അത് കണ്ടു. ഈ സിറ്റി, ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹൊറിബിൾ ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിൻ്റെ ഇതിൽ നിന്ന് മാറി കുറച്ച് റിലാക്സ് ആയിട്ടുള്ള ചില്ലായിട്ടുള്ള ഒരു പ്ലേസാണ്. അത് കഴിഞ്ഞ് ഞാൻ UB സിറ്റി മാളിൽ പോയി. അവിടെ നല്ല ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മാളാണ്. അവിടെ പോയി കുറച്ച് നേരം മാളൊക്കെ കണ്ടു. ഒരു വെറൈറ്റി മാളാണ്. മീൻസ് എന്താ വെച്ചാൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു മാൾ പോലല്ലേ. ഇത് കണ്ടോ, ഒരു പട്ടായ ഫീൽ അടിക്കുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ പട്ടായ ഫീൽ തന്നെയാണ് അടിച്ചത്. അതിങ്ങനെയാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മാഗ്ന ബിരിയാണി കഴിക്കാൻ പോയി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ വേറെ തന്നെ ഒരു വീഡിയോ ആക്കി ഷോർട്സ് ആക്കിയിട്ടിട്ടുണ്ട്. അതിലാണ് ബാംഗ്ലൂരിലെ ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ട്രാഫിക്, പിന്നെ പറയാനാണെങ്കിൽ ട്രാഫിക് ഇതല്ലാതെ അവിടെ ഒന്നുമില്ല. എൻ്റെ അമ്മോ ഒടുക്കത്തെ ട്രാഫിക്. ഇപ്പം ഗൈസ് ഞാനിപ്പോൾ ഗരുഡ മാളിലാണുള്ളത്. മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മാളാണ്. വലിയ സംഭവമൊന്നുമില്ല. നമ്മളെ ലുലു മാളിൻ്റെ അത്രയൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഞാൻ ഔട്ട്സൈഡ് കാണിച്ചു തരാം. ഇവിടെ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയോ, മറ്റേ ബിടെക് എന്ന പടത്തിൽ ലാസ്റ്റ് അർജുൻ അശോക് മരിക്കുന്നൊരു സീനില്ലേ, മറ്റേ സ്കൂട്ടി പൊട്ടിത്തെറിച്ചിട്ട്, അത് ഈ മാളാണ്. ഇങ്ങനെ എന്തുവായിരുന്നു അതിൻ്റെ വ്യൂ. ഞാൻ ഒറ്റക്കായതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുത്തു തരാൻ ആരുമില്ല ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ റോയൽ മീനാക്ഷി എന്ന് പറഞ്ഞ മാളാണ്. പോവാം. UB സിറ്റിയുടെ നൈറ്റ് വ്യൂ ആണിത്. എനിക്ക് UB സിറ്റി മാൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നൈറ്റ് വന്നത്. നൈറ്റ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും നല്ല വ്യൂ ഉള്ളൊരു ഷോപ്പാണ്. ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ബാംഗ്ലൂർ കുറേ നേരമായാലോ 2 വീലറിൽ തന്നെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ മെട്രോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇടയ്ക്കൊന്ന് പാടിപ്പോയി, കുഴപ്പമില്ല. ഇപ്പം ഞങ്ങൾ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ പോവുകയാണ്. കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഓൺ വോയിസ്. ഫിനിക്സ് മാളിൽ പോയി ഇവിടുന്ന് ഈ ടർക്കിഷ് ഐസ്ക്രീമൊക്കെ ട്രൈ ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോ വേറെ ഉണ്ട്, ഷോർട്സ് ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുഡ് വീഡിയോസിൻ്റെ ഷോർട്സ് ഉണ്ട്, അത് പോയി കാണുക. പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഒന്നല്ല, സരോജിനിയെ പോലെയൊന്നല്ല, ബട്ട് എനിക്ക് തോന്നുന്നു ബ്രൈഡൽസിന് നല്ലതാണ്. ബ്രൈഡൽസിന് പറ്റിയ ലെഹങ്കാസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും
ബ്രൈഡ് ആവാൻ പോകുന്നയോ അല്ലെങ്കിൽ ആരെങ്കിലും ക്ലോസ് റിലേറ്റീവിൻ്റെ വെഡ്ഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് വിട്ടോ, നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് കിട്ടും, അടിപൊളി കളക്ഷൻസ് കിട്ടും. ഇത്രയും നല്ല കളക്ഷൻസ് ഞാൻ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ബ്രൈഡൽസിന് അടിപൊളിയാണ്. ചീപ്പാണോയെന്ന് ചോദിച്ചാൽ ചീപ്പല്ല, അത്യാവശ്യം വിലയുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഉപകാരപ്പെടുക ബ്രൈഡൽസിനാണ്. ബാംഗ്ലൂർ സ്ഥിതി നോക്കിയാൽ നിങ്ങൾ എന്തൊരു ബ്ലോക്കാണെന്നറിയോ, മടുത്തു പോകും സത്യം പറഞ്ഞാൽ. ബ്ലോക്ക് കാരണം നന്നായി മടുത്തു പോകും. നന്ദി ഹിൽസിലേക്ക് വിടുകയാണ്. ഒരു 65 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് നന്ദി ഹിൽസിലേക്ക്. എൻ്റെ അമ്മോ, ട്രാവൽ ചെയ്ത് സത്യം പറഞ്ഞാൽ മടുത്തു. അങ്ങനെ മടുപ്പടിക്കുക. അത്രയും ട്രാഫിക്കാണ്. എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ട്രാഫിക് കാരണം. അത്രയും ട്രാഫിക്കാണ്. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തിലേക്ക് എത്താൻ ഭയങ്കര പാടാണ്. നന്ദി ഹിൽസ് പാലക്കായം തട്ട് പോലെയോ പൈതൽ മലയോ പോലെയോ അല്ല ഗൈസ്. അത് ഞാൻ ആദ്യമേ പറയാം. നന്ദി ഹിൽസ് എന്ന് വെച്ചാൽ അത് ഈ നമ്മളെ കണ്ണൂർ ജില്ലയിലെ പാലക്കായം തട്ടോ പൈതൽ മലയോ അല്ല, അതിലും വേറെ ലെവലായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതതിൻ്റെ എൻട്രി സ്ഥലമാണ്. അവിടെ പാർക്കിങ്ങും ക്ലോക്ക് റൂമും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ലഗേജ് വെക്കാനും പാർക്ക് ചെയ്യാനും എല്ലാം പാർക്ക് ചെയ്യാൻ ചാർജ് ഉണ്ട്. ക്ലോക്ക് റൂമിന് ചാർജ് ഉണ്ട്. നന്ദി ഹിൽസ് ഒരിക്കലും പാലക്കായം തട്ടും പൈതൽ മലയും പോലെയല്ല, വൈഡ് റേഞ്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആ നന്ദി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിൽ തന്നെ 2 ടെമ്പിൾ ഉണ്ട്, ഒരു റിവർ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് പാർക്ക് ചെയ്തതാണ്. എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് നോക്കൂ. നിങ്ങൾക്ക് ഈ ബൈക്ക് പാർക്ക് ചെയ്തത് കണ്ടാൽ മനസ്സിലാവും ഇവിടെ എത്ര ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന്. ഞാനൊരു കണ്ടോ ബൈക്ക് ഇങ്ങനെ അട്ടിക്കട്ടിക്കിട്ടുണ്ട്. ഇതൊക്കെ നന്ദി ഹിൽസ് കാണാൻ വന്നതാണ്. നന്ദി ഹിൽസ് കാണണം എന്തായാലും. മീൻസ് ബാംഗ്ലൂർ വരുന്നവർ മസ്റ്റ് വിസിറ്റാണ് നന്ദി ഹിൽസ്. കാരണം അടിപൊളി പ്ലേസ് ആണ്. വെറും ഒരു ടിപ്പു സുൽത്താൻ്റെ ഒരു ഏരിയ, കിഡ്സിൻ്റെ ഒരു ഏരിയ, പിന്നെ വ്യൂ പോയിന്റ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മീൻസ് നല്ല തണുപ്പാണ്. നമ്മൾ സൺറൈസിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. അതിന് മുന്നേ ഇവിടെ കണ്ടോ റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ആൾക്കാർക്ക് നടന്നിങ്ങനെ പോകുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. हम पहले हम ए से फिर 1 पे गए, फिर 3 पे, फिर 5 पे, फिर हम साइड हो गए थे 14, 13, 12, 11. ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഏക്കർ കണക്കിനുള്ള ഏരിയയിൽ തന്നെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. എല്ലാ പോയിന്റ്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഇത് അമ്പലമാണ് കണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, അമ്പലമാണ്. എല്ലാ പോയിന്റ്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ കവർ ചെയ്തത് ആ 2 ടെമ്പിൾ കണ്ടായിരുന്നു, വ്യൂ പോയിന്റ് കണ്ടായിരുന്നു, പിന്നെ ചിൽഡ്രൻസ് പാർക്ക് കണ്ടായിരുന്നു. ഇത്ര റിവറിൻ്റെ ഏരിയ, ടിപ്പു സുൽത്താൻ്റെ ഏരിയ, അങ്ങനെ കുറച്ച് ഏരിയ ഒന്നും കാണാൻ പറ്റിയില്ല, കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു റൂഫ് ടോപ്പ് പോലത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പോയി. അത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് പൊതുവേ ഇതുപോലത്തെ ഹിൽ ഏരിയാസ് അത്ര ഇഷ്ടമല്ല. ബട്ട് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് വെറും ഹിൽ ഏരിയ മാത്രമല്ലല്ലോ, ഒരു വൈഡ് റേഞ്ചിൽ തന്നെ വെറൈറ്റി ആയിട്ട് കുറേ സ്ഥലങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലം, കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ സ്ഥലം. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് ഐറ്റംസ്, ചൂടുള്ളയും തണുപ്പുള്ളയും ഒക്കെ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങൾ കിട്ടുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഏരിയ. നിങ്ങളിത് കാണണം. ഇപ്പം സമയം ഗൈസ് നിങ്ങളിത് കാണണം. ഇപ്പം സമയം 7:01. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള ഇത് 5.8 കിലോമീറ്റർ എന്ന് വെച്ചാൽ 29 മിനിറ്റ് എന്ന് ഇവിടെ പറയുന്നത്. അറൈവൽ അറ്റ് 7:30 PM എന്ന് കാണിക്കുന്നത്. 7:25 5.7 കിലോമീറ്റർ എന്നുള്ളത് 28 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 7:02 നമുക്ക് കാണാം. 5.7 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു കിലോമീറ്റർ ഒരു 7 മണിക്ക് വിടുന്നതാണെങ്കിൽ എത്ര മണിക്ക് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും എന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ പറയുന്നത് ഒരു 8:30 നോക്കാം. 5 കിലോമീറ്ററിന് വേണ്ടിയിട്ട് 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. 7 to 8 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കേണ്ടി വരും. ചിലപ്പോൾ അതിലും ഡിലേ ആവും. എന്തായാലും 7:00 എത്താൻ പോകുന്നില്ല, ഉറപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിന് കയറി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം,
ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ എൻട്രി ചെയ്യാവൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ തൊട്ട് സൈഡിലുള്ള ഷോപ്പിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ടിക്കറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഫുഡ് കഴിക്കാൻ പോയി, ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ പോലും വന്നിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ പരിസരം ഉണ്ടാവില്ലേ, ഫുഡ് കഴിച്ചിട്ടുള്ള ആ പരിസരം, അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്താ TTR വന്നിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല, നിങ്ങൾക്ക് ടിക്കറ്റ് ഇല്ല, പൈസ അടച്ചോ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുക്കുന്നതാണ്, ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇവിടെ, ഇപ്പോൾ എടുക്കും എന്ന് പറഞ്ഞിട്ട് പോലും അയാൾ കേട്ടില്ല. ടിക്കറ്റ് കാണിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. 700 രൂപയല്ല ഫൈന് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പെട്ടു എന്ന് മനസ്സിലായി. കാരണം ഇവിടുത്തെ ബാംഗ്ലൂരാണിത്. മലയാളീസിന് പ്രത്യേകിച്ച് സീനാണ്. മീൻസ് കേരളത്തിലെ ആൾക്കാരെ നോട്ട് ചെയ്ത് അവർ പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ 700 രൂപ അടക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ 700 രൂപ നമ്മളെടുത്തില്ല, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ പോവാണെന്നൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല. ലാസ്റ്റ് ബാർഗെയിൻ ചെയ്ത് അത് 200-ലെത്തിച്ചു. 200-ലെത്തിച്ചിട്ട് 200 രൂപ ഞാൻ കൊടുത്തപ്പോൾ അവർ മറ്റേ ടിക്കറ്റിൻ്റെ ഫൈൻ അടക്കുന്ന സാധനമില്ലേ, അത് എഴുതാതെ ജസ്റ്റ് 200 രൂപ പോക്കറ്റിലിട്ട് ആ പൊക്കോ എന്ന് പറയുകയാണ് ചെയ്തത്. ദാറ്റ് മീൻസ് ആ പൈസ അയാൾക്കാണ്. അയാൾ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഫൈൻ എഴുതിയിട്ടില്ല. ഫൈൻ സാധാരണ നമ്മൾ എന്തിന് ഫൈൻ അടക്കുമ്പോഴും ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഒരു റെസീറ്റ് ഉണ്ടല്ലോ, ആ റെസീറ്റ് തന്നില്ല. അയാൾ അത് എടുത്തിട്ട് പൊക്കോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾ റെസീറ്റ് തരുന്നില്ല, ഇത് ഫൈനാണെങ്കിൽ റെസീറ്റ് തരണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ 700 തന്നെ അടക്കുക. അത്രയ്ക്ക് അഹങ്കാരാണോ എന്ന് 700 തന്നെ അടക്കുമെന്ന് പറയും. അങ്ങനെയാണ് വരിക. അപ്പോൾ പിന്നെ 700 നമ്മളടുത്ത് നിന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ അനങ്ങാതെ ഇങ്ങ് വരുവാണ് ചെയ്തത്. അപ്പോൾ ഏത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും നിങ്ങൾ ടിക്കറ്റ് എടുക്കും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദി എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ വരുന്ന കേരളത്തിലെ ആൾക്കാരോടാണ് പറഞ്ഞത്. അവർ മലയാളീസിനെ നോട്ട് ചെയ്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, അതൊന്ന് ശ്രദ്ധിക്കുക, അത്രയും. അപ്പോൾ നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോകുന്നത്. അത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ AC എടുത്തിട്ടാണ് വന്നത്, അങ്ങോട്ട് പോകുമ്പോൾ ജനറലാണ് പോകുന്നത്. ജനറൽ പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജനറൽ എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ്. മീൻസ് എങ്ങനെയുണ്ട് ജനറൽ നോക്കേണ്ടിയിട്ടാണ്. ബാംഗ്ലൂരിൽ നിന്നുള്ള ജനറൽ സീരിയസ്ലി നല്ല സീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലേക്ക് പ്രത്യേകിച്ച് കണ്ണൂർ മലബാർ ഭാഗത്തേക്ക് 2 ട്രെയിൻ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. ഒന്ന് 8 മണിക്ക്, ഒന്ന് 9:30. അതിൽ 9:30 ട്രെയിനിലാണ് നമ്മൾ കയറിയത്. ഇതിൽ സീറ്റ് ഉണ്ട്. കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. സീറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് കൂളാണ്. ഇനി സീറ്റ് കിട്ടി, ഇനി ഇരുന്നിട്ട് ഉറങ്ങണം. നാളെ രാവിലെ ഞാൻ കണ്ണൂർ എത്തുക, ഉച്ചയാവും കണ്ണൂർ എത്താൻ. അപ്പം സീറ്റ് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പൊതുവെ സീറ്റ് കിട്ടാറില്ല. ഭാഗ്യത്തിന് ഇവിടെ നിന്നാണ് ട്രെയിൻ എടുക്കുന്നത്, സീറ്റ് കിട്ടി. കുറച്ച് നേരത്തെ വന്നാൽ സീറ്റ് കിട്ടും. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന മലയാളീസിനോട് 9:30 ട്രെയിനിൽ സീറ്റ് ഉണ്ട് ജനറലിന്. നിങ്ങളൊരു 2 മണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ വന്നാൽ മതി, അപ്പോൾ സീറ്റ് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ബാംഗ്ലൂർ ജേർണി അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ ഇനിയൊന്നും പ്രത്യേകിച്ച് എടുക്കുന്നില്ല. ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നേരെ രാവിലെ കണ്ണൂരിലേക്ക് പോകുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.